അച്ഛൻ എനിക്ക് പുതുതായിട്ട് നിയമിച്ച ഡ്രൈവറാണോ ഇയാള്? ഇയാൾക്കെന്താ ചെവി കേട്ടൂടെ? ഞാൻ ചോദിച്ച കേട്ടില്ലേ? കുട്ടിയോടും ചോദിച്ചോ? ഞാൻ കുട്ടിയൊന്നുമല്ല, എനിക്കൊരു പേരുണ്ട്. ഇയാൾ അത് വിളിച്ചാ മതി. ശരി പത്മേ. പത്മ എന്താ ചോദിച്ചേ? അതാ ആദ്യം ചോദിച്ചത്. ഇയാൾക്ക് ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. ചെവിക്ക് ഇതുവരെ കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. മാഡം ഒന്നുകൂടി ചോദിക്കേ. മാഡോ? സോറി, പത്മ ഒന്നുകൂടി ചോദിക്കേ. ഇനി മുതല് നിങ്ങളാണോ എന്റെ ഡ്രൈവർ എന്ന്? അതെനിക്കറിയില്ല. പത്മയെ ഡാൻസ് സ്കൂളിലാക്കാൻ വർമ്മ സാർ എന്നോട് പറഞ്ഞു. ഞാൻ അനുസരിക്കുന്നു. ഇത് പെർമനന്റ് ജോബാണെന്ന് എനിക്കറിയില്ല. അത് വർമ്മ സാറിനോട് തന്നെ ചോദിക്കണം. അല്ല, ആര് വണ്ടി ഓടിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൃത്യമായി എന്നെ കൊണ്ടാക്കേ തിരിച്ചു കൊണ്ടുവരാൻ വേണം. ഈ ജോലിക്ക് എന്നെ പെർമനന്റ് ആയിട്ട് നിയമിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം മാഡം. എടോ, ഇയാളോടോ അല്ലേടോ പറഞ്ഞത് എന്നെ മാഡോ എന്ന് വിളിക്കരുതെന്ന്? മാഡോ എന്ന് വിളിക്കുമ്പോ എനിക്ക് ഒത്തിരി പ്രായമുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. ക്ഷമിക്കണം, ഇനി അങ്ങനെ വിളിക്കില്ല. ഇയാളെന്താ ജോലി തിരക്കി റെയിൽവേ സ്റ്റേഷൻ വരെ പോയെന്നോ, റെയിൽവേക്കാര് മൈൻഡ് ചെയ്യാത്തോണ്ട് തിരിച്ചു പോന്നെന്നോ അങ്ങനെയൊക്കെ കേട്ടു. ഒത്തിരി പഴയ സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരാൾ ഒരു ദിവസം നാട് വിടുന്നു, പിന്നെ വർഷങ്ങൾക്ക് ശേഷം അയാൾ കോടീശ്വരനെ തിരികെ വരുന്നു. അയാള് പിന്നെ നാട്ടിലെ രാജാവായി ജീവിക്കുന്നു. ഇത്തരം കഥകൾ സിനിമയിലേ കാണൂ. ആ സിനിമകൾ കണ്ട പ്രേരണയിലായിരിക്കും താൻ മദ്രാസിലേക്ക് വെച്ച് പിടിച്ചത്. ഒടുവില് ഡോഗ് മാർക്കറ്റിൽ പോയതുപോലെ തിരിച്ചു വന്നു. പഴയ സിനിമകൾ വരുത്തി വെച്ച വിനകളെ. എന്താടോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും താനൊന്നും മിണ്ടാത്ത? മറ്റൊരാളെ പരിഹസിക്കുന്നത് പത്മയ്ക്ക് വലിയ വിനോദമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് ഞാൻ കരുതി. ഞാനൊരാള് കാരണം പത്മയ്ക്ക് വലിയ മനസ്സും കിട്ടുകയാണെങ്കിൽ അത് ഞാൻ എന്തിനു തടസ്സപ്പെടുത്തണം?